ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു പർച്ചേസിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു പർച്ചേസിങ്ങിന് പോകുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ കുഞ്ഞ് പോയതിന് ശേഷം ഞാൻ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ കുഞ്ഞ് ഉണ്ണിയോ അച്ഛൻ ആരെങ്കിലുമൊക്കെ കൂടെ എത്തിക്കുകയാണ് കേട്ടോ ചെയ്യല്. അപ്പോൾ ഇന്ന് നമ്മൾ നേരിട്ട് പോയി പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായില്ലേ ഇങ്ങനെയൊക്കെ പോയിട്ട്. അപ്പം നമ്മുടെ ഹാവിക്കുട്ടനും അതൊരു ഇതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും ഇവരുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരിടയ്ക്ക് പോക്കുണ്ട് കേട്ടോ, ചേച്ചി മക്കളൊക്കെ. അപ്പോൾ അവരുടെ കൂടെ ഞാനും കൂടെ കയറി പോകുന്നു കേട്ടോ. അപ്പോൾ ബസ്സിൽ നിന്ന് നമ്മുടെ ഹാവിക്കുട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വന്ന പാടെ നമ്മൾ നേരെ കയറിയത് നമ്മുടെ സയലിലോട്ടാണ്. സയ എല്ലാവരുടെയും ഒരു വികാരമാണ് കേട്ടോ. അതായത് മണ്ണാർക്കാട് വന്ന സൈഡിലോട്ട് കയറിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു സങ്കടമാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇതാ നമ്മൾ വന്ന പാടെ നമ്മൾ ജ്യൂസും അതുപോലെ തന്നെ ബർഗറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹാവിക്കുട്ടൻ ഉറങ്ങിയത് കൊണ്ട് സുഖമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് വേറെ എങ്ങോട്ടല്ല, സ്മാർട്ട് ബസാറിലോട്ടാണ്. സ്മാർട്ട് ബസാർ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു വീട്ടിലോട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങായിരുന്നു. അപ്പോൾ നമ്മുടെ ഹാവിക്കുട്ടനെ ആദ്യം തന്നെ നമ്മുടെ ആ ട്രോളിയിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്മാർട്ട് ബസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു സ്മാർട്ട് ബസാറിൽ വന്നപ്പോൾ എനിക്ക് കുറേ ഓർമ്മകളും അതുപോലെ തന്നെ എന്തൊക്കെയോ ഒരു മിസ്സിങ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇവിടെ ആയിരുന്നു കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഓരോരുത്തരുടെ എല്ലാവരും ഉണ്ടായിരുന്നില്ല, കുറേ പേര് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പഴയ കൊളീഗ്സൊക്കെ അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും പുതിയതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ DM ആണ് കേട്ടോ. DM നമ്മുടെ ഹാവിക്കുട്ടനെ കണ്ടപ്പോൾ അവനോട് സംസാരിക്കൽ, അവനെ കളിപ്പിക്കലൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അവിടുത്തെ കാര്യങ്ങളൊക്കെ, വർക്കിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇപ്പോൾ പുതിയതായിട്ട് അവിടെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടത് വേറെ എങ്ങോട്ടല്ല, നമ്മൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്